നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹോപ്പ് എവ്രിബഡി ഈസ് ഹാപ്പി ആൻഡ് ഹെൽത്തി. ഈ ലൊക്കേഷൻ എങ്ങനെയുണ്ട്? സറൗണ്ടിങ്സ് ഒക്കെ എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഇതിൻ്റെ വീടിൻ്റെ ബാക്കിലുള്ളൊരു സ്ഥലമാണ്. സോ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ആമസോണാണ്. അമേരിക്കയിലെ ഒരു കമ്പനിയാണ് ആമസോൺ എന്ന് പറയുന്നത്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും ഓൺലൈൻ വഴി ലഭ്യമാക്കുന്ന ഒരു വെബ്സൈറ്റാണ് ആമസോൺ എന്ന് പറയുന്നത്. അവരുടെ ഒരു ലോഗോ ഉണ്ട്, ആമസോൺ. അതിലൊരു ആരോ മാർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. A to Z ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആമസോൺ വഴി കിട്ടും. സോ കൗതുകത്തിന് വേണ്ടി എന്തൊക്കെയാണ്, എത്രത്തോളം കാര്യങ്ങൾ ആമസോണിലുണ്ട് എന്നുള്ളത് ഞാൻ നോക്കിയപ്പം വളരെ അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങൾ, നമ്മളൊരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങൾ വരെ നിങ്ങൾക്ക് ആമസോൺ വഴി ഓർഡർ ചെയ്യാം. ടിപ്പിക്കലി ആമസോൺ വഴി നമ്മൾ ചിന്തിക്കുമ്പോൾ ഫോൺ ഓർഡർ ചെയ്യും, TV ഓർഡർ ചെയ്യും, അങ്ങനെയൊക്കെയാണല്ലോ. ഇപ്പോൾ അത് മാത്രമല്ല, ആമസോൺ വഴി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്യാം. അവരുടെ ലോഗോ പറയുന്ന പോലെ തന്നെ A to Z ആയിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ കൗതുകം തോന്നി ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ സബ്സ്ക്രൈബർ അൺബോക്സിങ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡിൽ അങ്ങനെ ഞാൻ ആമസോൺ വഴി വാങ്ങിയിട്ടുള്ള യുണീക്ക് പ്രൊഡക്ട്സിനെ ആണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്താണ് ഇത്രത്തോളം വലിയ പ്രൊഡക്ട്സ് എന്നുള്ളത്. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഒരു 3 പ്രൊഡക്ട്സാണ് ഞാനിപ്പോൾ ഈ എപ്പിസോഡിൽ എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആമസോണിൽ നമ്മൾ അധികം ആരുടെയും കണ്ണിൽ പെടാത്ത കുറേ പ്രൊഡക്ട്സ് നമുക്ക് അൺബോക്സിങ് ചെയ്യാം. ആദ്യം ഈ എപ്പിസോഡിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. കമാ. ഗംഗാജലം. ഗംഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നദി, കിലോമീറ്ററുകളോളം ഒഴുകുന്നൊരു നദി. ഹിമാലയത്തിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ട് പല സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന ഒരു നദി. ആ നദിയിലെ വെള്ളം ജസ്റ്റ് വെറുതെ കിട്ടുന്ന ആ വെള്ളം ഒരു ബോട്ടിലാക്കിയിട്ട് ആമസോൺ പോലത്തെ ഒരു ബിഗ് ജയൻറ്റിൻ്റെ പ്ലാറ്റ്ഫോമിലൂടെ വിൽക്കുകയാണ്. എത്ര രൂപയ്ക്കാണെന്നല്ലേ? വെറും 100 രൂപയ്ക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ശ്രദ്ധിക്കുന്നത് കേട്ടോ. സോ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വസിക്കുന്നവർക്ക് ഒരുപാട് പ്രത്യേകതയുള്ള വെള്ളമാണത്. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്പ്രിങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് നല്ല ധനം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്, ഭാഗ്യം ഉണ്ടാവും, അങ്ങനെ പല വിശ്വാസങ്ങളുണ്ട്. അതൊക്കെ പോട്ടെ. അന്നേരം എനിക്ക് കൗതുകമായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ വെള്ളം ആമസോൺ വഴി വിൽക്കുന്നുണ്ടല്ലോ, എന്താണല്ലേ? ഇപ്പോൾ ഞാൻ കുടിക്കുന്നില്ല, ഇത് കുടിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിൻ്റെ ഒരു യൂസ് എനിക്ക് അറിഞ്ഞൂടാ. ആമസോണിൽ കണ്ടപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതാണ്. ഗംഗാജലമാണെന്നാണ് പറയുന്നത്. ഇത് ഗംഗാജലമാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. കാരണം ഇതിലൊന്നും വേറെ ഒരു രീതിയിലുള്ള സ്റ്റിക്കേഴ്സും ഇല്ല. ജസ്റ്റ് ലോർഡ് ശിവാൻ്റെ ഒരു ചെറിയൊരു പോസ്റ്റർ ഉണ്ട്. ഇതാണ് ഗംഗാജലം എന്ന് പറഞ്ഞിട്ട് ആമസോണിൽ അവർ വിൽക്കുന്ന സാധനമാണത്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം. അടുത്തതായിട്ട് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് ചാണകമാണ്. അതായത് കൗഡങ്ങിൻ്റെ ബ്ലോക്സാണ്. 120 രൂപയ്ക്കാണ് ഇത് ആമസോണിൽ വിൽക്കുന്നതെന്ന് ആലോചിക്കണം. 120 രൂപയ്ക്ക് ഞാൻ ചാണകം വാങ്ങി എന്നുള്ളതാണ്. ചാണകം, നമ്മുടെ പശു ഫ്രീ ആയിട്ട് ഇടുന്ന ചാണകം പാക്കിലാക്കിയിട്ട് ഈ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഈ പരുവത്തിലാക്കി ഓൺലൈനായിട്ട് ഡെലിവർ ചെയ്യുന്നതിനാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ഇത് കുഴപ്പം പറയാൻ പറ്റില്ല, കാരണം എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ ചാണകം കൊണ്ട് ഒരുപാട് യൂസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ റേറ്റാണ് നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇങ്ങനെ പൊടിച്ച് നമുക്കും വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാവുന്ന കാര്യമാണ്. നമുക്ക് ഒരുപാട് ചാണകങ്ങൾ ഫ്രീ ആയിട്ട് നമ്മുടെ നാട്ടിൽ പല ഭാഗങ്ങളിലും ഉണ്ട്. ഈ ചാണകം നമുക്ക് ഇതേപോലെ ഇത് ഹാർഡാക്കി മാറ്റണം കേട്ടോ. ഹാർഡ് സബ്സ്റ്റൻസ് ആക്കി മാറ്റിയിട്ട് പാക്ക് ചെയ്ത് വിൽക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യങ്ങൾ അനവധിയാണ് കേട്ടോ. എസ്പെഷ്യലി ഈ ഫാമിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, ഗാർഡൻസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ എന്തായാലും എൻ്റെ ഗാർഡനിൽ ഉപയോഗിക്കും. പക്ഷേ എനിക്ക് എന്തോ ഒരു കൗതുകം, ആമസോൺ പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് ചാണകം വരെ വാങ്ങാൻ പറ്റുന്നുള്ള കൗതുകത്തിൻ്റെ പേരിൽ മാത്രം വാങ്ങിയതാണ്. ഇത് പല റേറ്റിലുള്ള ചാണകങ്ങൾ അവൈലബിൾ ആണ്. നിങ്ങളൊന്ന് കയറി നോക്കൂ. ഇത് കാണുന്ന എത്ര പേർക്ക് അറിയാം ചാണകങ്ങൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാൻ പറ്റുന്നുള്ളത്? എസ്പെഷ്യലി ഇത് ഒരുപാട് ഫാമിങ്ങിന് വേണ്ടിയിട്ട് വലിയ ലാർജ് ക്വാണ്ടിറ്റിയിൽ ഓർഡർ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. എനിവേ ഫോർ മീ ഇറ്റ് വാസ് റിയലി ഇൻട്രസ്റ്റിംഗ് ടു ബൈ. പിന്നൊരു ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്റ്റ് ഞാൻ ആമസോണിൽ നോട്ടീസ് ചെയ്തതെന്ന് പറയുന്നത് നമ്മുടെ ഉമിക്കരിയാണ്. ഉമിക്കരി എന്ന് പറയുന്നത് വളരെയധികം നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഉണ്ടായിരുന്നതാണ്. വീട്ടിൽ ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിപ്പോൾ ആമസോൺ വഴി നമുക്ക് ഓർഡർ ചെയ്ത് എത്തിക്കാം. വെറും 100 രൂപ എന്ന് പറയാൻ പറ്റില്ല, അത് കുറച്ച് കോസ്റ്റ്ലി തന്നെയാണ്. 100 രൂപയ്ക്ക് ഉമിക്കരി അവൈലബിൾ ആണ്. നമ്മുടെ ചാണകത്തിൻ്റെ ബ്ലോക്കുകൾ നമ്മൾ സാപ്ലിംഗ് ആയിട്ട് ഉപയോഗിച്ചു. അതുപോലെ ഇനി ഈ ഉമിക്കരിയും ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് പല്ല് തേക്കാൻ ഉപയോഗിക്കാം പണ്ടുള്ള ആളുകൾ. അപ്പം ഈ സാധനങ്ങളൊന്നും ആമസോണിൽ വെറുതെ അല്ലാതെല്ലാം മനസ്സിലായല്ലോ. പണ്ടത്തെ ആളുകൾ ഉപയോഗിക്കുന്നതാണ്. ഇപ്പം എത്ര പേര് ഉമിക്കരിയും ഉപ്പും ചേർത്തിട്ട് പല്ല് തേക്കുന്നുണ്ടെന്നുള്ള അറിഞ്ഞൂടാ. ഡെഫിനറ്റ്ലി ഈ ജനറേഷൻ ആരും ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ഞാൻ ചെറുപ്പത്തിൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. സോ ആമസോണിൽ നിങ്ങൾക്ക് ഉമിക്കരി ഓർഡർ ചെയ്യാം. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടീൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഫ്ലാഗാണ്. ആ ഫ്ലാഗിൻ്റെ കളറിലുള്ള ഷോൾസാണ്.
ഞാൻ വെറുതെ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് എന്താണെന്നുള്ളത് നോക്കുന്ന സമയത്ത് എൻകൗണ്ടർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റഫാണ് ഇത്. ഞാൻ വാങ്ങി ഒരു കൗതുകത്തിന് വേണ്ടി വാങ്ങിയതാണ്. നമ്മുടെ നാട്ടിലൊന്നും അധികം ഇത് ആരും ഇടുന്നതായി കണ്ടിട്ടില്ല. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഒരു ഫ്ലാഗ് സിമ്പിളാണ്, ഒരു പാർട്ടി സിമ്പിളാണ്. ഇതുപോലെ മറ്റുള്ള പാർട്ടികൾക്ക് ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഇനി വരുന്ന എപ്പിസോഡുകളിൽ കൂടുതൽ ഇങ്ങനത്തെ ഫണ്ണി ആൻഡ് എന്താ പറയുക യുണീക്കായിട്ടുള്ള കാര്യങ്ങളിൽ ആമസോണിൽ വിൽക്കുന്നത് ഞാൻ അങ്ങനെ വെറുതെ സെർച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ യുണീക്കായിട്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ആമസോണിൽ വാങ്ങാൻ പറ്റും. അടിപൊളി എന്തായാലും. ഈ ഫ്ലാഗ് എങ്ങനെയാണ് ഇടുന്നതെന്ന് അറിയൂടാ. സോ നമ്മൾ ചാണകത്തിന്റെ ബ്ലോക്ക് കൊണ്ടുപോയിട്ട് ആ സാപ്ലിങ്ങിലിട്ട് അതുപോലെ നമ്മുടെ ഉമിക്കരി വെച്ചിട്ട് പല്ല് വെച്ച് ഇപ്പം നമ്മൾ വാങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റിൽ ഇനി ബാക്കിയുള്ളത് ഈ ഗംഗാജലം മാത്രമാണ്. ഇത് വളരെ പുണ്യനദിയായിട്ട് ഗംഗയിൽ നിന്ന് വരുന്ന ജലമാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇതുകൊണ്ട് എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് ഇത് എന്താണ് ചെയ്യണം എന്നുള്ളത് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. എന്തായാലും ഇതിനെന്തെങ്കിലും ഒരു പ്രസക്തി ഉണ്ടായിരിക്കും. പക്ഷെ എനിക്ക് അറിയാം, കുടിക്കാനുള്ള ധൈര്യം എനിക്കില്ല. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ കുറച്ചും കൂടി പ്രൊഡക്ട്സ് ഞാനിങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട് ആമസോണിൽ. കുറച്ച് വിയേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അധികം ആളുകൾ ഉപയോഗിക്കാത്ത, നമ്മൾ റെഗുലർ ലൈഫിൽ നമ്മൾ ഒരിക്കലും ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കാത്ത കുറച്ച് പ്രൊഡക്ട്സിനെ കുറിച്ചിട്ടുള്ള ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയുന്നതായിരിക്കും. എന്തായാലും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത് ആമസോൺ പ്രൊഡക്ട്സിനെ കളിയാക്കാനൊന്നുമല്ല കേട്ടോ, ഇതെനിക്ക് കൗതുകം തോന്നി പെട്ടെന്ന്. നമ്മൾ ആമസോണിൽ നമുക്ക് ചാണകം കിട്ടുന്നു, അതേപോലെ ഗംഗാജലം കിട്ടുന്നൊക്കെ അറിയുമ്പോഴുള്ളൊരു അത്രയധികം അത് അവർ ഇതിനെക്കുറിച്ച് ഇതിപ്പോൾ വിറ്റിട്ടില്ലെങ്കിൽ അവർക്ക് ഒന്നും പറ്റാൻ പോകുന്നില്ല. പക്ഷെ അവർ അതുപോലും വിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അടിപൊളിയല്ലേ? അടുത്ത എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. More products are coming which we cannot order easily. See you in next episode. Until then,